രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വതന്ത്രനാക്കി നിർത്തി ഷാഫിയുടെ രഹസ്യ പിന്തുണയോടുകൂടി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അണിയറയിൽ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് നിന്ന് മത്സരിച്ച് വീണ്ടും MLA ആവൂ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ അവിടെ മത്സരരംഗത്തുണ്ടെങ്കിൽ ജയസാധ്യത നമ്മുടെ വർത്തമാനകാല കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഷാഫിയോ, കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും കോൺഗ്രസിലെ നേതൃത്വവുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു പരസ്യമായ രഹസ്യവുമാണ്. അല്ലാതെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുകൊണ്ട് കോൺഗ്രസുമായിട്ടുള്ള സകല ബന്ധമൊന്നും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുന്നില്ല. വ്യക്തിബന്ധങ്ങളുണ്ടാവില്ല. പക്ഷേ അതിന് എനിക്ക് തോന്നുന്നില്ല ഷാഫി മുതിരും എന്ന് തോന്നുന്നു. ഷാഫിയുടെ ഉള്ളിൽ ആഗ്രഹം അങ്ങനെ ഉണ്ടാവാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട്ട് ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ട് കോൺഗ്രസ് നിർബന്ധിതമാകും. അങ്ങനെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി പാലക്കാട്ട് വന്നില്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 140 മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് അതല്ലെങ്കിൽ UDFന് പാലക്കാടിനെ വെച്ച് മറുപടി പറയേണ്ടി വരും. കാരണം ഈ സ്ത്രീ പിന്നെ പീഡകർക്കെതിരെയാണ് കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ നടപടിയെടുത്തതെന്ന് VD സതീശൻ പറഞ്ഞതും കോൺഗ്രസ് രാഹുലിനെതിരെ എടുത്ത നടപടികളെല്ലാം കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളതിന് അങ്ങനെയുള്ള ഈ ഒരു ആക്ഷേപങ്ങളെ കോൺഗ്രസിന് നേരിടേണ്ടി വരും. അതിനെന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ ജീവൻ മരണ പോരാട്ടത്തിൽ അല്ലെങ്കിൽ അടവുകളൊന്നും ബാക്കി വയ്ക്കാതെ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല കോൺഗ്രസ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഏതെങ്കിലും രീതിയിൽ അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചരമഗീതം കൂടിയായി കേരളത്തിൽ ഒരു പക്ഷേങ്കിൽ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു UDFൻ്റെ ഒരു സാധ്യത ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഷാഫി അത്തരത്തിലൊരു ആത്മഹത്യാപരമായ ഒരു നിലപാട് സ്വീകരിക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത്ര ധൈര്യം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും പേടിയൊന്നുമില്ല, പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നുമില്ല. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി തന്നെയല്ലേ? കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഷാഫി തന്നെയാണ്. ഷാഫിയും ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിലെ വളരെ സ്വാധീനമുള്ള ഒരു യുവ നേതാവാണ്. ആ സ്വാധീനത്തിന് അദ്ദേഹത്തിന് ഇപ്പോഴും കോട്ടം തട്ടിയിട്ടില്ല. നേതൃനിരയിൽ തന്നെയാണ് ഷാഫി ഇപ്പോഴും നിൽക്കുന്നത്. ഷാഫിയോടൊപ്പവും തന്നെ ചില നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഷാഫി ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ ഒരു മുഖമാണ്. ഉദാഹരണത്തിന് ഇടക്കാലത്തൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നതിന് മുമ്പ് തന്നെ ഈ പലരും പറയുകയുണ്ടായി, ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന സാധ്യതയുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടൊരു മുഖ്യമന്ത്രി ഷാഫി പറമ്പിലായിരിക്കും എന്നൊക്കെയുള്ളൊരു ചർച്ചകളിലേക്ക് പോയിരുന്നു. ഷാഫി വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മിടുക്കനാണ്. പാർലമെൻറ്റിൽ ഷാഫിയുടെ പെർഫോമൻസ് പ്രവർത്തനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ്. അവ്യക്തതയില്ലാതെ ലളിതമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ ശേഷിയുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ഷാഫിക്ക് ഒരു സ്വാധീനമുണ്ട്, പൊതു സമൂഹത്തിലൊരു അംഗീകാരമുണ്ട്, പാർട്ടിക്കകത്തുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് രാഹുലും ഷാഫിയും തമ്മിലുള്ള ബന്ധം ഈ പറഞ്ഞതുപോലെ പ്രിയൻ സൂചിപ്പിച്ചതുപോലെ ഷാഫി അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പോലും കുറ്റം പറയാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫിയായിട്ടുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഈ സജീവമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും വീണ്ടും തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഘടകം കൂടി ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത്ര ഒരു സാഹസത്തിന് മുതിരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നൊരു സാംസ്കാരികമായൊരു മാറ്റമുണ്ട്. അത് എപ്പോഴും എല്ലാ സമൂഹങ്ങളിലൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് വേടൻ ചെയ്ത അതേ പ്രക്രിയ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്തിരിക്കുന്നത്, ഇല്ലേ? ഉഭയ സമ്മതപ്രകാരം
രണ്ട് ഒരു യുവതിയും യുവാവുമായിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇത് തന്നെയാണ് വേടൻ ചെയ്തത്. വേടൻ്റെ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തും ജാമ്യം മുൻകൂറായിട്ട് കിട്ടിയതുമൊക്കെ അതിൻ്റെ പേരിലാണ്. പക്ഷേ വേടൻ ഇന്ന് സൂപ്പർ താരവും ഒരു പക്ഷേ യുവതി യുവാക്കളുടെ ആരാധനാമൂർത്തിയും. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രങ്ങളൊക്കെ വേടൻ്റെയും നവമി ലതയുടെയും കൂടെയൊക്കെ ചിത്രം അല്ലേ, വിവാഹിതരായ ചിത്രമൊക്കെ കൊടുത്തു ആഘോഷിക്കുന്നു, സാമൂഹിക മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. അവരുടെ വിവാഹം അനൗൺസ് ചെയ്തത് എം വി ഗോവിന്ദനാണ്. വേടൻ്റെ കവിതകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയൊക്കെ വിദ്യാർത്ഥികളെ ഗ്രാജുവേഷൻ ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത വേടൻ്റെ പേരിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള അതേ കേസാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാരഡൈം ഷിഫ്റ്റ് വരുന്നുണ്ട്, ഒരു സമവാക്യങ്ങളുടെ മാറ്റം സാമൂഹിക തലത്തിൽ നടക്കുന്നുണ്ട്. ഒരേ കുറ്റം ചെയ്ത വ്യക്തികളാണ് രണ്ടുപേരും, അല്ലേ, നിയമത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരാൾ ഹീറോ ആയിട്ട് നിൽക്കുന്നു, ഒരാൾ എന്താ പറയുക വെറുക്കപ്പെട്ടവനായിട്ട് ചിലരുടെ മുമ്പിൽ വെറുക്കപ്പെട്ടാണ്ട് നിൽക്കുന്നു. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു വേടനേക്കാൾ കൂടുതൽ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ സർ. നിരന്തരമായി ആക്രമിച്ചു കഴിഞ്ഞാൽ അയാളോട് സഹതാപം വരും. അതൊരു ഘടകമാണ്. സഹതാപത്തേക്കാൾ ഉപരി ഈ നിരന്തരമായി ഒരു വ്യക്തി ആക്രമിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, പലരും തിരിച്ചറിയാതെ പോകുന്നുള്ളതാണ്. നിരന്തരമായി ഒരു വ്യക്തി ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ശക്തനാണെന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് ഹിറ്റ്ലർ കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ പൊതുരംഗത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് അമേരിക്ക വിസ പോലും നിഷേധിച്ചു, അല്ലേ? അപ്പോൾ അത്രയും ആക്രമിക്കപ്പെട്ട സമയത്താണ്, ആ ആക്രമണത്തിൽ നിന്നാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് ഉയർന്നത്. അതല്ലെങ്കിൽ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റേ ആ രീതിയിലേക്ക് ചരിത്രത്തിലേക്ക് മാറിപ്പോകുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ശക്തനായി വന്നത്. അപ്പോൾ അവിടെ ആ ആക്രമത്തെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ശക്തി വേണം. മനുഷ്യൻ എപ്പോഴും ശക്തരുടെ കൂടെ നിൽക്കുന്നത്, ദുർബലരുടെ കൂടെ ആരും നിൽക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ ദുർബലനെയാണോ ആശ്രയിക്കുന്നത്, ശക്തനെയാണോ ആശ്രയിക്കുന്നത്? ശക്തനെയാണ്. അതാണ് ദാറ്റ് ഈസ് ലൈഫ്. അതാണ് ഈ വിവേകാനന്ദൻ പറഞ്ഞത്, സ്ട്രെങ്ത് ഈസ് ലൈഫ്, വീക്ക്നെസ് ഈസ് ഡെത്ത്, ഇല്ലേ? മരിക്കുന്ന വ്യക്തികളിലൂടെ ആരും പോയി നിൽക്കത്തില്ല, അല്ലേ? അവരെ സഹായിക്കാം, അതല്ലാതെ ഒരു ആശ്രയത്തിനായിട്ട് പോയി നിൽക്കില്ല. മുങ്ങുന്ന കപ്പലിൽ ആരെങ്കിലും നിൽക്കുമോ? ഇല്ല. അവിടെ ഒരു കപ്പലിലാണ് നിൽക്കുന്നതെങ്കിൽ അത് മുങ്ങുന്നതാണെങ്കിൽ അപ്പുറത്തൊരു വള്ളം നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ ആ വള്ളത്തിലേക്ക് മാറും. അത് സ്ട്രെങ്താണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുമ്പോൾ ആ വ്യക്തി ശക്തനായിക്കൊണ്ടിരിക്കുക, ശക്തയായിക്കൊണ്ടിരിക്കുക. ആരാണ്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആ ശക്തിയിലൂടെ ആ വ്യക്തി തിരിച്ചു വരും. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിൽ ഉദാഹരണത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നേരിട്ടത് ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്, അല്ലേ? ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഏറെയായി. അപ്പോൾ അന്ന് ഇതിനേക്കാൾ ഒരു ഒതുങ്ങിയ, അതല്ലെങ്കിൽ ഇത്രയും സാമൂഹ്യ മാധ്യമങ്ങളില്ലാത്ത ടെലിവിഷനുകൾ ഇങ്ങനെ കയറി വരുന്ന, ഒരുപക്ഷെ ആദ്യത്തെ വാർത്താ ചാനലായ ഇന്ത്യ വിഷനാണിത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഇന്ത്യ വിഷൻ ബ്രേക്ക് ചെയ്ത സംഗതി അന്നത്തെ കേരള സമൂഹത്തിന് ഇതൊരു ഭയങ്കര സംഭവമായിരുന്നു. അതിനു മുമ്പുള്ള സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പി ടി ചാക്കോ, മനസ്സിലായില്ലേ? ഇപ്പം പി സി തോമസിൻ്റെ ഫാദറായിരുന്ന പി ടി ചാക്കോ, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കാറിൽ അപകടം പെട്ടപ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരാണ് ഈ സ്ത്രീ എന്നുള്ള ഒരൊറ്റ ചോദ്യം അതിപ്പോൾ പോലും കെട്ടടങ്ങിയിട്ടില്ല കേരള രാഷ്ട്രീയത്തിൽ. അദ്ദേഹത്തിൻ്റെ മകൻ പോലും വാർദ്ധക്യത്തിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു മൂല്യവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ആ സാംസ്കാരിക അന്തരീക്ഷത്തിൽ നിന്നിങ്ങനെ അത് ഡൈല്യൂട്ട് ചെയ്തു വന്ന് കുഞ്ഞാലിക്കുട്ടിയിൽ എത്തിയപ്പോൾ ഒരു നിർണായക ഘടകമായിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നപ്പോൾ അന്നത്തെ കേരള സമൂഹം കുഞ്ഞാലിക്കുട്ടിയെ അടുത്ത ഇലക്ഷന് തോൽപ്പിച്ചു. കുഞ്ഞാലിക്കുട്ടി തോൽവിയിരിക്കുകയാണ് അങ്ങനെ. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി അഭൂതപൂർവമായ, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിലാണെന്നറിയില്ല, വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്തു. ഇങ്ങോട്ട് ജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഈ ചുവരെഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിരുന്നു. കടൽ കടന്നവനെ പുഴ കാട്ടി പേടിപ്പിക്കരുത്,
മനസ്സിലായില്ലേ? അതെ. അപ്പോൾ അവിടെ കുഞ്ഞാലിക്കുട്ടിയും ഈ പറഞ്ഞ പോലെ ഒരു തിരിച്ചുവരവ് നടത്തി. ആ തിരിച്ചുവരവ് നടത്തിയ സമയത്ത് ഏത് കാരണങ്ങൾ കൊണ്ടാണോ ഒരു സമൂഹം കുഞ്ഞാലിക്കുട്ടിയെ അതിന് തൊട്ടു മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്, ആ മൂല്യത്തെ അതേ സമൂഹം അവഗണിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സൊസൈറ്റി വേറൊരു ദിശയിലേക്ക് മാറുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റേ സോളാർ കേസ് വന്നു. ഒരുപിടിയുള്ള ആൾക്കാരുടെ പേരിലെല്ലാം സ്ത്രീ പ്രശ്നങ്ങൾ വന്നില്ല. പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളെ പ്രധാനമായിട്ട് നയിച്ചുകൊണ്ടിരുന്നത് സ്ത്രീ വിഷയങ്ങളായിരുന്നു. ഇപ്പം സ്ത്രീ വിഷയം കേരളത്തിലൊരു വിഷയമല്ലാതായി മാറി, അല്ലേ? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇപ്പം CPM ആയിരുന്നു അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. സ്ത്രീ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥിരം അജണ്ടയാക്കി ഉപയോഗിച്ചത് CPM ആണ്. ഇപ്പം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും സ്ത്രീ വിഷയം തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സ്ത്രീ വിഷയം ഏക്കാത്തൊരവസ്ഥയെത്തി. എന്തായി? കാരണം അതിനെ നോർമലൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ നോർമലൈസ് ചെയ്യപ്പെട്ട അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പെൺവിഷയത്തിൽ എത്ര തന്നെ ആരോപിതനായാലും എത്ര തന്നെ അതിനകത്ത് മുങ്ങിപ്പോയാലും ഒരു വ്യക്തിക്ക് സാമൂഹികമായ അന്തസ്സോടെ ശക്തിയോടെ അതിനെ നേരിടുകയാണെങ്കിൽ ആ നേരിട്ട് തിരിച്ചു വരുന്നതിന് കൂടുതൽ ഗ്ലാമർ കിട്ടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരള സമൂഹവും മാറിയിരിക്കുന്നു. അപ്പോൾ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരികമായി കേരളത്തിൻ്റെ സമൂഹത്തിൽ മാറിയ ഒരു മാറ്റം ഇതിനകത്തുണ്ട്. അത് നമ്മൾ കാണാതിരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ നേരിട്ട് വരുന്ന ഒരു ഹീറോ ആയി വരുന്നതിൻ്റെ പരിവേഷമാണ്. ആ ഹീറോ പരിവേഷം ഇങ്ങനെ ദിനം തോറും ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു ചിരി പോലും ആ ഹീറോ പരിവേഷത്തിൻ്റെ ഇത് സൂചിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ ആ ഹീറോ പരിവേഷത്തിന് രാഷ്ട്രീയ സാമൂഹികമായ പൊതു അംഗീകാരം ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ആരാധ്യഭാവത്തിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി CPMൻ്റെ MP ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഈ വേടൻ്റെ കാരണവർ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇരിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വിവാഹം അനൗൺസ് ചെയ്യുന്നു. മനസ്സിലായേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടന് ജൻസി സമൂഹത്തിലുള്ള അതല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിലുള്ള സ്വാധീനം. അപ്പം ഞാൻ വേടൻ്റെ കൂടെയാണെന്ന് അറിയുമ്പോൾ വേടനെ ഇഷ്ടപ്പെടുന്നവർ CPM വോട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതേ ഒരു കാരണവർസ്ഥാനത്തേക്കാണ് ഷാഫി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതെ, എങ്ങനെയും രാഹുലിനെ വിജയിപ്പിച്ചെടുക്കാൻ ഏതത്യം വരെയും പോകാനും അത്രേ ഉള്ളൂ. അത് ഷാഫി ഒരു പക്ഷേ അതിനെ ശ്രമിക്കുന്നുള്ള, ചിലപ്പോൾ ശ്രമിച്ചേക്കും, ചിലപ്പം വേറൊരു മണ്ഡലത്തിലായിരിക്കാം. അതെ, മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പോൾ അവരെ നമ്മൾ വിചാരിക്കണക്കല്ലേ ഈ സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനും സ്വന്തം സ്ഥാപിത താല്പര്യങ്ങളുടെ സ്ഥാപനത്തിനും വേണ്ടിയിട്ട് ഈ നേതാക്കന്മാരെല്ലാവരും അവരുടെ സർഗാത്മകത ഉപയോഗിക്കാൻ അതിവിദഗ്ധരാണ്. പൊതുകാര്യത്തിന് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഭരണത്തിലെത്തിയാൽ ഭരണത്തിലോ അതല്ലെങ്കിൽ പൊതുകാര്യങ്ങളിലോ ഈ സർഗാത്മകത പ്രയോഗിക്കാൻ കഴിയാതെ വരുന്നത്. കാരണം ഈ മനുഷ്യനൊരു ശേഷിയെല്ലാം ഉണ്ടുള്ളൂ. ആ ശേഷി മുഴുവൻ ഈ സ്വന്തം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഷാഫി ഏതെങ്കിലും രീതിയിൽ, കാരണം ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടില്ല എന്നുള്ള ഉറപ്പാണ്. അതെ, രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്കോ രാഷ്ട്രീയ മരണത്തിലേക്കോ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ തയ്യാറില്ല എന്നുള്ളത് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപനത്തിൻ്റെ ഒരു വളരെ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമം ഉണ്ടാകും. പക്ഷേ പാലക്കാട്ട് അദ്ദേഹം രംഗപ്രവേശം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ദോഷം ചെയ്യും. കോൺഗ്രസ് ഒരിക്കലും അത് എനിക്ക് തോന്നുന്നില്ല പ്രോത്സാഹിപ്പിക്കും തോന്നുന്നില്ല.